Na 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 na. അയവാ അയവാ ഐഷ് ഒരു മാലയിളവയിൽ നേരം. ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. എന്തൊക്കെയുണ്ട്? സുഖമായിരിക്കണോ? പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമ്മുടെ മുത്ത് സൂര്യയുടെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ സൂര്യ. ഇവിടെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാവട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് നമുക്ക് കറുപ്പ് ടീസറിലേക്ക് കിടക്കാം അല്ലേ? இந்த வாட்டி மிஸ் ஆகக்கூடாது. ആർജെ ബാലാജി ടീസർ കാണാം. பேரு சரவணன், எனக்கு இன்னொரு பேரு நம்ம டைம் அடி அடிக்க போறேன். വാട്ടി അടിക്കണം. சூப்பரா இருக்குடா. Baby, daddy's home. സംഗതി കലക്കിയാൽ മതിയായിരുന്നു അല്ലേ? എനിക്ക് ടീച്ചർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പവർ സാധനം ഈസെങ്കിലും അടിപൊളി ആവണം. മതിയായിരുന്നു. എത്ര നാളായി കൊതിച്ച് ഇരിക്കണം. കങ്കുവിടെ ടീച്ചറും ട്രെയിലറും വന്ന സമയത്ത് സിനിമ ഇറങ്ങാൻ വേണ്ടി കൊതിച്ചിരുന്നു. അത് ഗംഭീരാവെന്നൊക്കെ വിചാരിച്ചിട്ട് നടന്നില്ല. റെട്രോ വന്നു. കാർത്തിക് സുബരാജിൻ്റെ കൂടെ സൂര്യ വരണ പടം, അതിൻ്റെ ടീച്ചറും ട്രെയിലറൊക്കെ ഇറങ്ങിയ സമയത്ത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒക്കെ കൊതി ഇങ്ങനെ കൂടി വരികയാണ്. അപ്പോൾ കൊതിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ശിവയും പറ്റിച്ചു, കാർത്തിക് സുബരാജും പറ്റിച്ചു. ഇത്തവണ RJB ആണ്. ടീച്ചർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല രസമുണ്ട്. ഒരു മാസ് അപ്പീലൊക്കെ ഉണ്ട്. RJB പറ്റിക്കാതിരിക്കട്ടെ. RJB ആൻഡ് ടീം ഫീസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി കാണിക്കണ്ടായിരുന്നു ഈ ടീച്ചറിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ അതുപോലെ തന്നെ ആവട്ടെ. ഇതിൻ്റെ മ്യൂസിക് ആരാണ്? സായി അഭ്യങ്കർ. മ്യൂസിക് തുടങ്ങിയ സമയത്ത് ഇതെന്ത് ഇങ്ങനെയെന്ന് എനിക്ക് ആക്ച്വലി തോന്നിയായിരുന്നു. പക്ഷേ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ പറയുക, വിഷ്വലി ആയിക്കോട്ടെ, അതിൻ്റെ വിഷ്വലി നമുക്ക് കിട്ടുന്നൊരു പവർ ഉണ്ട്. അതും പിന്നെ ആ ഒരു മ്യൂസിക്കിൻ്റെതായ ഇപ്പോൾ മൊത്തത്തിൽ വൃത്തികേടൊന്നും ഇല്ലാതെ അടിപൊളിയായിട്ട് തന്നെ ആക്ച്വലി തോന്നി. ഞാനിത് എടുത്ത് പറയാൻ കാരണം തുടക്കം എനിക്ക് എന്തോ പോലെ തോന്നി. പക്ഷെ പിന്നെ അങ്ങോട്ട് ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് മ്യൂസിക്കും സിങ്കായി വന്ന പോലെയാണ് എനിക്ക് ആക്ച്വലി തോന്നിയത്. മൊത്തത്തിൽ ടീസർ കലക്കിയിട്ടുണ്ട്. ഇതൊക്കെ തിയേറ്ററിൽ വരുന്ന സമയത്ത് എത്ര നാളായി. പക്ഷേ ഇത് സൂര്യ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം, നമ്മളൊക്കെ കടുത്ത ഫാനാണ്. അപ്പോൾ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്ന ആ ഒരു ഫീലിംഗ് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും, റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. എത്ര നാളായി ഒരു സൂര്യയുടെ പടം തിയേറ്ററിൽ പോയിട്ട് എന്താ പറയുക, ആസ്വദിച്ച് സന്തോഷമായിട്ടൊക്കെ സിനിമ കഴിഞ്ഞ് ഇറങ്ങി വന്നിട്ട്. കുറേ നാളായി, ഒരുപാട് നാളായി. ആകെ ലാസ്റ്റ് വന്നത് എന്താണ്, എതർക്കും തുനിന്തവനാണ് തിയേറ്ററിൽ ഇറങ്ങിയത്. അത് ആ സിനിമയിൽ ഞാൻ ആക്ച്വലി സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. അതായിരുന്നു പുള്ളിയുടെ ലാസ്റ്റ് വന്നത്. ഹിറ്റായി തോന്നുന്നുണ്ട്, തിയേറ്ററിൽ വന്നതിൽ ഹിറ്റായത് അതാണെന്ന് തോന്നുന്നുണ്ട്. ബട്ട് ഐ വാസ് നോട്ട് സാറ്റിസ്ഫൈഡ്. അതിന് മുമ്പ് വന്ന മറ്റേ ജൈബീമും സൂര്യ പോട്ടറും കിടിലൻ സിനിമയായിരുന്നു. തിയേറ്ററിൽ ഇറങ്ങിയില്ല, OTTയിൽ വന്നിട്ട് ഹിറ്റായി പോയി. പക്ഷെ തിയേറ്ററിൽ പോയിരുന്നിട്ട് സൂര്യയുടെ ഒരു ഗംഭീര സിനിമ
കണ്ടിട്ട് കാലം കുറേയായി. ശിവേട്ടനാണ് എനിക്ക് വല്ലാത്തൊരു ഹോപ്പ് തന്നത്. കങ്കുവിടെ അപ്ഡേറ്റ് ഒക്കെ വന്ന സമയത്ത് ഭയങ്കര ഹോപ്പ് തന്നു. സൂര്യട്ട കിടിലൻ പെർഫോമൻസും സ്ക്രീൻ പ്രസൻസും ഒക്കെ കണ്ട് ആസ്വദിക്കാന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ത്രില്ലിട്ടിട്ടാണ് കമ്പൂവിയൊക്കെ കാണാൻ വേണ്ടി പോകുന്നത്. ആള് പറ്റിച്ചു, പക്ഷേ ആകെ നിലവിളി മാത്രമാക്കി വിട്ടു. റെട്രോൻ്റെ കാര്യത്തിൽ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി പോയി. അത് പറഞ്ഞാൽ തീരൂല, ഭയങ്കര നിരാശയായിപ്പോയി. കാരണം നമ്മൾ കാർത്തിക് സുബരാജ് റേഞ്ചൊക്കെ നമുക്കറിയാം. അപ്പോൾ കാർത്തിക് സുബരാജിൻ്റെ സിനിമ സൂര്യയെ വെച്ചൊക്കെ എടുക്കാൻ വേണ്ടി പോണു. അപ്പം ഇത് ഒരു കംബാക്ക് ആയിരിക്കുന്ന 110% ഉറപ്പിച്ച് അങ്ങനെ ആഗ്രഹിച്ചിട്ട് ആവേശത്തോടു കൂടിയിട്ടാണ് കാണാൻ വേണ്ടി പോകുന്നത്. പക്ഷെ മൊത്തത്തിൽ നിരാശപ്പെടുത്തുന്നൊരവസ്ഥയായിരുന്നു. അപ്പോൾ കംബാക്ക് കാത്ത് ഇരിക്കണ ഇരിപ്പാണ് ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. ആർജെ ബാലാജി இந்த വാട്ടയാവത് സൂര്യണ്ണനെ തിരുമ്പിത്ത എങ്ങൾക്ക്. ഇപ്പോൾ ഈ ടീസർ കണ്ടോർത്തോളം 1 മിനിറ്റ് 48 സെക്കൻഡ് ടീസർ മൊത്തത്തിലൊരു ഫെസ്റ്റിവലായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു ഫെസ്റ്റിവൽ മൂഡൊക്കെ കിട്ടുന്നുണ്ട്. എല്ലാം കിട്ടട്ടെ, മാസും കണ്ടന്റും സൂര്യയുടെ പെർഫോമൻസും എല്ലാം കൂടി ഒത്തിണങ്ങി വന്ന് ഇതൊരു ഗംഭീര സിനിമയായി മാറട്ടെ എന്നുള്ളൊരു ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഏതെല്ലാം ആശംസിക്കണം. എന്തായാലും സൂര്യയുടെ ബർത്ത്ഡേ ആയിട്ട് ഒരു ടീസർ നമുക്ക് ഇങ്ങോട്ട് സമ്മാനമായിട്ട് തന്നു. അങ്ങോട്ട് സമ്മാനമായിട്ട് ഈ ഒരു സിനിമ വിജയിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അത് നല്ലൊരു സിനിമയാണെങ്കിൽ അത് ആയിക്കോളും. ഇത്രേ പറയാനുള്ളൂ. കൂടുതലൊന്നും പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല. ശരി, എന്നാൽ സൂര്യ ഒരു ടൈമിലൊരു സൂര്യ ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ കുറേ ആൾക്കാരൊക്കെ സൂര്യനെ ട്രോളും അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഒരു ടൈം വരും, ഒരു കാലം വരും. എന്താണ് സൂര്യയുടെ പൊട്ടൻഷ്യൽ എന്താണ്, എങ്ങനെയായിരുന്നു സൂര്യ എന്നുള്ളതൊക്കെ വീണ്ടും കാണിച്ചു തരാൻ ഒരു അവസരം വരും. അപ്പോൾ ട്രോളന്മാർക്കൊക്കെ വായടച്ച് മൂലയ്ക്ക് പോയിട്ട് ഇരിക്കാം. നമ്മൾ ഇത്രയും പറയുന്നത് നമ്മുടെ സൂര്യയുടെ തുടക്കം തൊട്ടുള്ള സിനിമകൾ കണ്ടിട്ടുണ്ട്. സൂര്യയുടെ റേഞ്ച് നമ്മൾ കണ്ടിട്ടുണ്ട്, പൊട്ടൻഷ്യൽ നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്ക് അറിയാം എവളോ ഇർക്ക്, എന്താ മാതിരി ഇർക്ക് എന്നുള്ളതൊക്കെ. അപ്പോൾ കുറേ നാളായിട്ട് അത് മിസ്സിങ് ആണ്, അതൊരു ഫാക്റ്റാണ്. അതെന്തായാലും ആ ഒരു ക്ഷീണമൊക്കെ ഇതിൻ്റെ അകത്ത് തീർക്കട്ടെ, വരട്ടെ. ഇതും കൂടിയും ഫെയിലിയർ ആവരുത്. ഫെയിലിയർ ആയിക്കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ ഹൗ ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഫോർ സൂര്യ. എങ്ങനെയായിരിക്കും? കാരണം അങ്ങനെ പൊട്ടിത്തിരിഞ്ഞ് പണ്ടാരടങ്ങിയിട്ട് എങ്ങനെ സൈഡിൽ കൂടെ പോകേണ്ട ഒരു നടനൊന്നും അല്ല. എങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നാണ് ഗജനി, മാട്രാൻ, 24, ഒരു 7-ാം അറിവായിക്കോട്ടെ, വാരണമായിരം, സില്ലൊരു കാതല്, റീവാച്ച് വാല്യൂള്ള ഒരുപാട് സിനിമകൾ പുള്ളി തന്നിട്ടുണ്ട്. പുള്ളിയുടെ സിനിമകളുടെ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ആവറേജ് പരിപാടിയാണെന്നുണ്ടെങ്കിൽ പോലും പുള്ളിനെ കണ്ടിരിക്കാം. അതാണ് ഏറ്റവും വലിയൊരു പോസിറ്റീവ്. പക്ഷേ ഈ അടുത്ത് വന്നതിൽ കഥയും ഒക്കെ കംപ്ലീറ്റ്ലി മോശവും ഒരു തരത്തിലും എൻഗേജിങ് ആവാത്തൊരവസ്ഥയൊക്കെ വരുന്ന അവസ്ഥ വന്നപ്പോഴാണ് നമുക്ക് മൊത്തത്തിൽ ചടയ്ക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. ഇറ്റ്സ് എ ഫാക്റ്റ്. അപ്പോൾ സങ്കടമുണ്ട് അങ്ങനെ പോകുന്ന കാണുമ്പോൾ. എന്തായാലും ഇതിലൂടെ ആ ഒരു ക്ഷീണവും സങ്കടമൊക്കെ മാറട്ടെ. ഞാനെന്തായാലും ഒരുപാട് പ്രതീക്ഷയൊന്നും വെക്കുന്നില്ല ഇത് കണ്ടിട്ട്. ഇത് ഇഷ്ടപ്പെട്ടു ടീച്ചർ. ഒരുപാട് പ്രതീക്ഷയെക്കുറിച്ചിട്ടും കൂടുതൽ എക്സൈറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും സിനിമ ഇറങ്ങണേൻ്റെ തലേദിവസം തൊട്ടിട്ട് എന്തായാലും ആ സമയം തൊട്ടിട്ട് എന്തായാലും എക്സൈറ്റഡ് ആയിരിക്കും എന്തായാലും സിനിമ കാണാൻ വേണ്ടിയിട്ട്. കാരണം ആ സമയത്തൊരു പ്രതീക്ഷ ഉണ്ടാവും, ഗംഭീരമാവണം എന്നുള്ളൊരു സാധനം. എന്തായാലും ഉഷാറാവട്ടെ. ദാറ്റ്സ് ഇറ്റ്.